ഹായ് ഓൾ, ടെക് മലയാളത്തിൽ ഇന്ന് വോൾവോ കാറുകളിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി സേഫ്റ്റി ഫീച്ചറിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു കാർ വാങ്ങിക്കുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സേഫ്റ്റിയാണ്. അതായത് ഇപ്പോൾ എയർ ബാഗ്, സീറ്റ് ബെൽറ്റ്, ABS, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ നമ്മളൊരു കാർ വാങ്ങുകയാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കുക അതിൻ്റെ മൈലേജ് ആയിരിക്കും. മൈലേജും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പക്ഷേ നമ്മൾ അതിൻ്റെ സേഫ്റ്റിയും കൂടെ കൂടുതലായിട്ട് നോക്കേണ്ടതുണ്ട്. നല്ല സേഫ്റ്റി ഫീച്ചേഴ്സുള്ള കാർ എന്ന് പറയുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അതായിരിക്കും അവർ ആ ഒരു സേഫ്റ്റിക്ക് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. പക്ഷേ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ബ്രാൻഡാണ് വോൾവോ. വോൾവോ അവരുടെ കാറിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു കിടിലൻ ടെക്നോളജീനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. മദ്യപിച്ചും അലക്ഷ്യമായും വാഹനം ഓടിച്ചാൽ കാറ് തന്നെ അതിൻ്റെ സ്പീഡ് കുറച്ച് റോഡിൻ്റെ സൈഡിലേക്ക് പാർക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് വോൾവോ കൊണ്ടുവരാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാമറകളും സെൻസറുകളും അതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉപയോഗിച്ചാണ് ഈ ഒരു സംഭവം പ്രവർത്തിക്കുന്നത്. മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്രീത്ത് അനലൈസർ പോലുള്ള ഒരു ടെക്നോളജിയാണ് അവർ കാറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അശ്രദ്ധയോടെയാണോ വാഹനം ഓടിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡ്രൈവറിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ, അതായത് കാറിൻ്റെ ഫ്രണ്ടിൽ ക്യാമറകളും സെൻസറുകളും ഉണ്ടായിരിക്കും. സോ നമ്മളിങ്ങനെ അശ്രദ്ധയോടെ വാഹനം ഓടിക്കുക, രണ്ട് സൈഡിലേക്കൊക്കെ നോക്കി വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമറയുടെ സഹായത്തോടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് അതൊരു വാർണിംഗ് തരും. സോ പിന്നെ നമ്മൾ ആ വാർണിംഗ് അത് മൈൻഡ് ആക്കാതെ നമ്മൾ വീണ്ടും അങ്ങ് ഓടിച്ചു പോവുകയാണെങ്കിൽ കാറ് സ്വയം അതിൻ്റെ സ്പീഡ് കുറച്ച് റോഡിൻ്റെ സൈഡിലേക്ക് പാർക്ക് ചെയ്ത് വെക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് കാറ് ഓടിക്കുകയാണെങ്കിലും ഇങ്ങനെ കാറ് സ്വയം സ്പീഡ് കുറച്ചിട്ട് ഒരു സൈഡിൽ പാർക്ക് ചെയ്യും. ഇത് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന വോൾവോയുടെ കാറിലെ എല്ലാം തന്നെ മാക്സിമം സ്പീഡ് 150 കിലോമീറ്റർ ആക്കിയിട്ട് ചുരുക്കാൻ പോവുകയാണ്. ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നതിന് കാരണമാണ് ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും അതേപോലെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ഓടിക്കുന്നതൊക്കെ. സോ ഈ ഒരു ടെക്നോളജി വരുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറുകളിൽ മാത്രമേ ഈ ഒരു ടെക്നോളജി വരുന്നുള്ളൂ. സാധാരണക്കാർക്ക് ഇപ്പോഴും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാറുകളിലേക്ക് ഈ ഒരു ടെക്നോളജി വരാൻ ഇനിയും എന്തായാലും കുറച്ച് വർഷങ്ങളെടുക്കും. അതുകൊണ്ട് നിങ്ങളൊരു കാറ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യുന്ന രീതിയിൽ സേഫ്റ്റിക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കാറുകൾ വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. സോ ഇന്നത്തെ ഈ ഒരു ടെക്നോളജിയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.